ചേട്ടാ നമസ്കാരം. നമസ്കാരം. രണ്ട് വാർത്തകളുണ്ട്. അതിൽ ഒരെണ്ണം എന്റെ ഡൗട്ടാണ്. ആദ്യത്തെ ഒരു വാർത്ത, ലഫ്റ്റനന്റ് ജനറൽ മനോജ് കുമാർ കത്തിയാർ അദ്ദേഹം ഒരു വലിയ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. വെസ്റ്റേൺ കമാൻഡാണ് അദ്ദേഹം. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വി ആർ പ്രിപ്പയർഡ് ഫോർ ഓൾ ടൈപ്സ് ഓഫ് വാർ. നമ്മൾ എല്ലാ തരത്തിലുള്ള യുദ്ധത്തിനും നമ്മൾ തയ്യാറായി കഴിഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഫ്രം സൈബർ ടു കെമിക്കൽ, ന്യൂക്ലിയർ ആൻഡ് ബയോളജിക്കൽ, പാകിസ്ഥാൻ വിൽ നോട്ട് അക്സെപ്റ്റ് ദാറ്റ് വി ഇന്ത്യ ഹാവ് വോൺ അൺടിൽ വി ക്യാപ്ചർ ദ ലാൻഡ്. വി ആർ പ്രിപ്പയറിംഗ് ഫോർ വാർ ഇൻ ഓൾ ഡൊമൈൻസ്. അദ്ദേഹം പറയുന്നു, അതായത് ഞങ്ങൾ എല്ലാ യുദ്ധത്തിനും തയ്യാറായി കഴിഞ്ഞു. കെമിക്കൽ യുദ്ധം, സൈബർ യുദ്ധം, ബയോളജിക്കൽ യുദ്ധം, എല്ലാത്തിനും ഞങ്ങൾ റെഡിയാണെന്നാണ്. ബയോളജിക്കൽ യുദ്ധം എന്നൊക്കെ പറയുമ്പോൾ ജൈവായുധം പ്രയോഗിക്കും എന്നാണ് ഇന്ത്യ ഉദ്ദേശിക്കുന്നത്. പോലെ തന്നെ ന്യൂക്ലിയർ യുദ്ധത്തിനും ഞങ്ങൾ തയ്യാറാണ്. എല്ലാ തരത്തിനും ഞങ്ങൾ പ്രിപ്പയർഡ് ആയി കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അതൊരു വലിയ സ്റ്റേറ്റ്മെന്റ് ആണ്. പാകിസ്ഥാന് ഉടനെ ഒരു തിരിച്ചടി കൊടുക്കും എന്നുള്ള രീതിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. പോരാത്തതിന് ഇപ്പൊ കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദി അതിന് പിന്നാലെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് വളരെയധികം ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട്. അവര് പറയുന്നത് പൊരുതി ജയിക്കാനുള്ള ശക്തി ഒരിക്കലും പാകിസ്ഥാനില്ല എന്നാണ് നമ്മുടെ കരസേനാ മേധാവിയായിട്ടുള്ള ഉപേന്ദ്ര ദ്വിവേദി പറയുന്നത്. അതിനാൽ പ്രോക്സി വാർ വഴി ഇന്ത്യ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുകയാണ് പാകിസ്ഥാൻ. ഡൽഹിയിൽ അടുത്തിടെ നടന്ന സ്ഫോടനവും ഇതേ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. നേരിട്ടുള്ള യുദ്ധത്തിൽ ഇന്ത്യയെ പരാജയപ്പെടുത്താൻ കഴിയില്ലെന്ന് പാകിസ്ഥാൻ ഇപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതിനാൽ നിഴൽ യുദ്ധങ്ങളുടെയും വ്യാജ യുദ്ധങ്ങളുടെയും ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ഡൽഹിയിലെ സ്ഫോടനം തങ്ങളുടെ സാന്നിധ്യം കാണിക്കാനുള്ള ഈ ശ്രമത്തിന്റെ ഭാഗമായിരുന്നു എന്ന് നമ്മുടെ കരസേനാ മേധാവി പറയുന്നു. ഓക്കെ, ഫൈൻ. ഇത് രണ്ടും ഒരു വാർത്തയാണ്, നമുക്ക് ചേർത്ത് വായിക്കാം. ഇതിന്റെ കൂട്ടത്തിൽ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു സുഡാപ്പികൾ ഭയങ്കര ആഘോഷമാണ് സോഷ്യൽ മീഡിയയിൽ കിടന്നുകൊണ്ട്. സുഡാപ്പികൾ മാത്രമല്ല, പല പ്രമുഖ നമ്മുടെ വലതുപക്ഷ തീവ്ര ഗാന്ധിയൻ നിരീക്ഷകന്മാർ പോലും വലിയ ആഘോഷമാണ്. സംഭവമൊന്നുമില്ല, ഈ കപ്പലുകളുടെ വിവരങ്ങൾ പാകിസ്ഥാന് കൈമാറിയതിൽ രണ്ടുപേര് അറസ്റ്റിലായിട്ടുണ്ട്. ഈ അറസ്റ്റിലായവർ രോഹിത്തും സാൻഡ്രിയും, ഈ രണ്ടുപേരാണ് അറസ്റ്റ്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ അറസ്റ്റിലാവാറുണ്ട്. അതായത് നമ്മുടെ ഈ പാകിസ്ഥാനി സൈനിക വിവരങ്ങൾ ചോർത്തി കൊടുക്കുക, അങ്ങനെയുള്ള പല കാര്യങ്ങളും ചോർത്തി കൊടുക്കുക എന്നുള്ള കാര്യങ്ങൾ അറസ്റ്റിലാവാറുണ്ട്. അപ്പോൾ കണ്ടോടാ, ഈ രോഹിത്തും സാൻഡ്രിയുമാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഇത് അൽ രോഹിത്ത് ആയിരുന്നെങ്കിൽ നീയൊക്കെ ചർച്ച ചെയ്തേനെയല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവന്മാർ അവിടെ കിടന്ന് ആഘോഷിക്കുന്നത്. ഇതൊരു മുസ്ലിം അല്ല, ഇത് ഹിന്ദുവാണ്. അത് കണ്ടില്ലേ ഹിന്ദുവിനെ പിടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇവരുടെ ആഘോഷത്തിന്റെ പ്രധാനപ്പെട്ട കാരണം. അപ്പൊ ഇതിലൊരു മറുപടി അവർക്ക് കൊടുക്കണം. അതൊരു തെറ്റിദ്ധാരണയാണ്. ഒരു മറുപടി കൊടുക്കണം. മറുപടി കൊടുത്തിട്ട് നമുക്ക് ഇതിലോട്ട് വരാമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ ഏറ്റവും കൂടുതൽ ഹിന്ദു വിരുദ്ധർ മുസ്ലിങ്ങളല്ല, ഹിന്ദുക്കളാണ്. കേരളത്തിൽ തന്നെ നമ്മൾ എടുക്കൂ, ഹിന്ദുവിനെ ഇത്ര അപമാനിക്കുന്നതും ഹിന്ദുവിനെ നശിപ്പിക്കുന്നതും ഹിന്ദുവിനെ നാണം കെടുത്തുന്നതും തരം കിട്ടിയാൽ ഹിന്ദു ക്ഷേത്രങ്ങൾ തകർക്കുന്നതും മുസ്ലിങ്ങളല്ല, ഹിന്ദുക്കളാണ്. അതിൽ രാഷ്ട്രീയ പാർട്ടികളുണ്ട്, നേതാക്കളുണ്ട്, സിനിമാ താരങ്ങളുണ്ട്. ഹിന്ദുവിനെ അവജ്ഞയോടെ കാണുക, ഹിന്ദു ബിംബങ്ങളെ അവഹേളിക്കുക. എന്തിന് ഇവിടെ നിർമാല്യം എന്ന് പറയുന്ന സിനിമയില് ആദ്യം ആ പ്രതിഷ്ഠയില് മുറുക്കി തുപ്പുന്ന വിഷ്വല് കാണിച്ചിട്ടില്ലേ ഇവിടെ മുമ്പ്? അങ്ങനെയൊക്കെ കാണിച്ചിട്ടുള്ളത് ഹിന്ദുക്കൾ. അതുകൊണ്ട് ആദ്യം സുഡാപ്പികൾ തിരിച്ചറിയേണ്ട കാര്യം, ഞങ്ങൾക്ക് നന്നായി അറിയാം നിങ്ങളെക്കാൾ വിഷങ്ങള് ഹിന്ദുക്കൾക്കിടയിൽ ഉണ്ട് എന്നുള്ള കാര്യം. അത് ഞങ്ങൾ മറച്ചു വെക്കുന്നില്ല, കാരണം അത് ഓപ്പൺ ആണ്. കാരണം കഴിഞ്ഞ ദിവസം ഇവിടെ സ്ഥിരമുണ്ടല്ലോ 30 സെക്കൻഡിന് വേണ്ടി യാചിക്കുന്ന ഒരു നിഷ്പക്ഷൻ. ആ നിഷ്പക്ഷനൊക്കെ എവിടെ മെഴുകുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് അല്ലെ? ഇപ്പൊ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, നിങ്ങൾക്കും അറിയാം, നമുക്കും അറിയാം. അത് തന്നെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണല്ലോ. അതായത് ഹിന്ദുക്കൾക്കിടയിൽ ട്രൈറ്റേഴ്സ് ഉണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണല്ലോ ഈ 30 സെക്കൻഡ് നിരീക്ഷകനൊക്കെ. അതായത് പുള്ളി ഒരു പോസ്റ്റ് ഇട്ടു, കണ്ടോ ഇത് അൽ ആയിരുന്നെങ്കിൽ ഇങ്ങനെ നിങ്ങളിപ്പോ ബഹളം വെച്ചതിന്. നമുക്കറിയാം, അതായത് അപ്പുറത്തെ ജിഹാദിസ്റ്റ് ഫണ്ട് ഇങ്ങോട്ട് കിട്ടുമ്പോൾ സ്വന്തം സംസ്കാരത്തെയും പാരമ്പര്യത്തെയും മറന്ന് ആ ജിഹാദിസ്റ്റ് ഫണ്ടിന്റെ എച്ചിൽ തിന്നാൻ പോകുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. അതിന്റെ ക്ലാസിക് ഉദാഹരണങ്ങൾ ഇവിടെ തന്നെ നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ടല്ലോ. അല്ല, അങ്ങനെയുള്ള ആളുകൾ പാപിരിച്ചു കൊടുത്തതുകൊണ്ടല്ലേ ലവ് ജിഹാദുകൾ ഉണ്ടാകുന്നതും അതിൽ കുട്ടികൾ ഉണ്ടാകുന്നതും. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ സേവ് ഗസയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ സിനിമാ താരങ്ങൾ ഇറങ്ങിയില്ലേ? ഒട്ടുമിക്ക സിനിമാ താരങ്ങൾ ഇറങ്ങിയില്ലേ? അവരെ ആരെങ്കിലും പുൽവാമയെ നമ്മൾ കണ്ടിരുന്നോ? പഹൽഗാമി നമ്മൾ കണ്ടിരുന്നോ? ഇല്ലെങ്കിൽ ഈ രാജ്യത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ കണ്ടിരുന്നോ? എവിടെങ്കിലും അപലപിച്ച് നമ്മൾ കണ്ടിരുന്നോ? അവരൊക്കെ പടച്ചുവിടുന്ന സിനിമകൾ എന്തായിരുന്നു ഇവിടെ ചെയ്തത്? വീണ്ടും വീണ്ടും ഇവിടെ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുകയല്ലേ? അതൊന്നും മുസ്ലിങ്ങളായിരുന്നില്ല, ഹിന്ദുക്കളായിരുന്നു. അപ്പൊ ഹിന്ദു എന്ന് പറയുന്നത്, അതിനകത്ത് പണ്ട് ഒരു മുദ്രാവാക്യം ഉണ്ട്, അത് പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല, എങ്കിലും പറയുമായിരുന്നു, ഹിന്ദുക്കൾ നാം ജന്തുക്കൾ ഒന്നിക്കാത്തൊരു, ഹിന്ദുക്കൾ നാം ബന്ധുക്കൾ ഒന്നിക്കാത്തൊരു ജന്തുക്കൾ എന്ന് പറഞ്ഞിട്ട് പണ്ട് പഴയ ചില ആളുകൾ പറയും. പക്ഷെ അതിന്റെ ഒന്നും അല്ല കാര്യം. അത് ഈ പണത്തിന് വേണ്ടിയിട്ട് മനുഷ്യൻ എന്തും ചെയ്യും. പണത്തിന് വേണ്ടിയിട്ട് ഒരു ഏതറ്റം വരെയും പോകും എന്നുള്ളതിന് തെളിവാണ്. അതല്ലാതെ അത്
ഈ അങ്ങനെയാണെങ്കിൽ ഈ സംഘപരിവാറാണ് എങ്കിൽ ഇന്ത്യ മുഴുവൻ സംഘപരിവാറാണ് എന്ന് നിങ്ങൾ സമ്മതിക്കേണ്ടി വരും. അങ്ങനെ നിങ്ങൾ പറയുന്നില്ലല്ലോ. നിങ്ങൾ പറയുന്നത് ഞങ്ങൾ ചീത്ത വിളിക്കുന്നത് സംഘപരിവാറിനാണ്, ഹിന്ദുക്കളെ അല്ല എന്നാണല്ലോ പറയുന്നത്. അപ്പം ഇത് ഈ അക്കൗണ്ടിലേക്ക് കയറ്റുന്നതാണ് അതിന്റെ ഒരു വിഷയം. സാരമില്ല, ഹിന്ദുക്കളാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇതുവരെ ഹിന്ദുക്കളാണ് എന്ന് തന്നെയാണ് സ്ഥിരീകരിക്കപ്പെടുന്നത്. പക്ഷെ എപ്പോഴും നിങ്ങൾക്കറിയില്ലെങ്കിലും ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും ഇല്ലെങ്കിൽ ഹിന്ദുവിനും അറിയാം ഞങ്ങളുടെ ഇടയിലാണ് ഞങ്ങളുടെ ഒന്നാം നമ്പർ ശത്രുക്കൾ ഉള്ളത് എന്ന്. അത് അത്രേ ഉള്ളൂ അതിന്റെ മറുപടി. അതിനപ്പുറത്തേക്കൊന്നുമില്ല. നിങ്ങൾ രണ്ടാമതേ വരുന്നുള്ളൂ ആ കാര്യത്തിൽ, കേട്ടോ. കാരണം നിങ്ങൾ പ്രത്യക്ഷത്തിലുള്ള ശത്രു, മറ്റേത് ഞങ്ങളുടെ ഇന്റേണലുള്ള ശത്രുവുമാണ്. കാരണം ശബരിമലയിലെ സ്വർണ്ണപ്പാളി കൊണ്ടുപോയത് സുഡാപ്പികളല്ല, പോറ്റിയാണ്, ഹിന്ദുവാണ്, അതും ഒരു ഹിന്ദുവാണ്, അല്ലേ? അപ്പം ഞങ്ങൾ എങ്ങനെ എങ്ങനെ നമ്മള് ഹിന്ദുക്കളെല്ലാം ഒന്നായിട്ട് നിൽക്കുന്നു എന്ന് എങ്ങനെ പറയും നമ്മള്, അല്ലേ? അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അതായത് ഇപ്പം മറ്റു മതസ്ഥരിലുണ്ട്, പ്രത്യേകിച്ച് ഇപ്പോൾ മുസ്ലിം സമുദായത്തിനിടയിൽ ഇത്തരത്തിലുള്ള ട്രൈറ്റേഴ്സിനെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതായത് അവരുടെ മതത്തിന് തുരങ്കം വയ്ക്കുന്ന ട്രൈറ്റേഴ്സ് ഇല്ല അതിനകത്ത്. ഇനി ആ മതത്തിന്റെ സ്ട്രക്ചർ അങ്ങനെ ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ മതം എന്ന് പറഞ്ഞാൽ ഗംഭീര സ്വാതന്ത്ര്യമാണ്. വിശ്വസിക്കുന്നവന് വിശ്വസിക്കാം, വിശ്വസിക്കാത്തവനെ വിശ്വസിക്കണ്ട. ഇനി വിശ്വസിച്ചു ഇരിക്കാം, വിശ്വസിക്കാതെ ഇരിക്കാം. അമ്പലത്തിൽ പോയാലും കുഴപ്പമില്ല, പോയില്ലെങ്കിലും കുഴപ്പമില്ല. കുളിക്കാതെ നടക്കാം, നനയ്ക്കാതെ നടക്കാം, കുളിച്ച് വൃത്തിയായിട്ട് നടക്കാം. ഒരു പ്രശ്നമുള്ള ഒരു സാധനം നിനക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ, ഇവിടെ ആരും നിർബന്ധിക്കുന്നില്ല എന്നുള്ളൊരു സ്ട്രക്ചറാണ് നമ്മുടെ സ്ട്രക്ചർ. പക്ഷെ അപ്പുറത്തെ സ്ട്രക്ചർ അങ്ങനെയല്ല. അതുകൊണ്ട് അവർക്കിടയിൽ ഇത്തരത്തിലുള്ള ട്രൈറ്റേഴ്സിനെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കില്ല. പക്ഷെ അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ, ആ ഒരാളെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെ ആ മതസ്ഥര് ഗംഭീരമായിട്ട് കൈകാര്യം ചെയ്യും. അത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വിഷയം കേട്ടോ. വളരെ ഗംഭീരമായിട്ട് സ്ട്രാറ്റജിക് ആയിട്ട് കൈകാര്യം ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യും, ഡിപ്ലോമാറ്റിക് ആയിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യും, ഇനി കായികപരമായിട്ടാണെങ്കിൽ അങ്ങനെയും ചെയ്യും. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് അപ്പുറത്തുള്ളത്. അല്ല, അങ്ങനെ ഇല്ലെന്ന് ആരാ പറഞ്ഞത്? ധനുഷ് അങ്ങനെ ഒരിക്കലും പറയരുത്. കാരണം ധനുഷിന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ് അതിന്റെ മുന്നണി പോരാളി. അറിയാമല്ലോ പേര്, ഡോക്ടർ ആരിഫ് ഹുസൈൻ, അല്ലേ? അദ്ദേഹം അല്ലേ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ. ഞാൻ പലപ്പോഴും അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ എന്നും പറയരുത്, അങ്ങനെ പറയരുത്, കാരണം നിങ്ങളെ ഏത് നിമിഷവും കൊല്ലപ്പെടാവുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ പുള്ളിക്കാരൻ അത് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് പുള്ളിക്കാരൻ, യെസ് ഞാൻ കൊല്ലപ്പെടും, ഐ ആം എക്സൈറ്റഡ് എന്നുള്ള. അപ്പൊ ഞാൻ വിചാരിക്കും, ഈശ്വരൻ ഇതെന്തൊരു മനുഷ്യനാണ്, മരിച്ചു പോകുമെന്ന് പറയുമ്പോൾ പോലും സന്തോഷിക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ ആദ്യമായിട്ട് കാണാമെന്ന് ഞാൻ വിചാരിക്കും. അല്ല, ചെമ്മണ്ണ് കൂനയുടെ താഴെയുള്ള മൗലവി എങ്ങനെയാണ് കൊല്ലപ്പെട്ടത്? ഇതിനെ ചോദ്യം ചെയ്ത് തുടങ്ങിയപ്പോഴല്ലേ. പിന്നെ ഒരു ടീച്ചറില്ലേ ഇവിടെ, ഞാൻ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, ആ ടീച്ചർ കല്ലേറ് കിട്ടാത്ത ദിവസങ്ങളുണ്ടോ? അപ്പം അവർക്കിടയിൽ തന്നെ ഉണ്ട്. അത് എല്ലായിടത്തും വരും ധനുഷ്. ക്രിസ്ത്യൻസിന്റെ ഇടയിലില്ലേ? ഉണ്ട്. കേരളത്തിൽ വളരെ സജീവമാണ് സംഘടനകളുണ്ട്. കാരണം ഇതിനകത്ത് ചില എതിർപ്പുകൾ ഉയരുമ്പോൾ സ്വാഭാവികമായി എതിർപ്പുകൾ ഉയർന്നു വരും. പക്ഷെ അവരാരും പള്ളിയുടെ കട്ടള ഊരിക്കൊണ്ട് പോയിട്ടില്ല. അവരാരും ഇത് ചെയ്തിട്ടില്ല. അറ്റ്ലീസ്റ്റ് അവരുടെ കാണിക്ക വഞ്ചി പോലും അവർ അടിച്ചു മാറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ഈ പറയുന്ന ആരിഫ് ഹുസൈനൊക്കെയാണ് അത്യാവശ്യം പണിയെടുത്ത് ജീവിക്കുന്നുണ്ട്, മാന്യമായിട്ടാണ് അദ്ദേഹം ജീവിക്കുന്നത്. പക്ഷെ നമ്മുടെ ഇടയിൽ, ഹിന്ദുക്കളുടെ ഇടയിൽ ഇത് കണക്കുള്ള ഇതാണ്. അപ്പം നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത്, ദ്രോഹിക്കുന്നതും നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതും ഇവരാണ്. അതിലൊരു വലിയ പങ്ക് നമ്മൾ കൊടുക്കേണ്ടത് CPM-നാണ്. അവരാണ് അമ്പലങ്ങൾ തകരട്ടെ, വിപ്ലവം ജയിക്കട്ടെ എന്ന് മുദ്രാവാക്യം മുഴക്കിയത്. അവർക്ക് അമ്പലം എന്ന് പറഞ്ഞ പുച്ഛമായിരുന്നു. ഇപ്പോഴും ഈ സഖാക്കൾ പുതുതലമുറ വളർത്തിയെടുക്കുന്ന അമ്പലങ്ങൾക്ക് എതിരെ പറയാനും, സവർണ അവർണം എന്ന് പറഞ്ഞ് പഠിപ്പിക്കാനും, കുലസ്ത്രീ എന്ന്, അതായത് അമ്പലത്തിൽ പോകുന്നവരെ കുലസ്ത്രീ എന്ന് വിളിക്കാനും ഒക്കെ ഇപ്പോഴും അപമാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ്. സുഡാപ്പികൾ അത്രയും ചെയ്യാറില്ല. അപ്പം ഇങ്ങനെയാണ് അതിന്റെ ഒരു പോക്ക്. അപ്പൊ പിന്നെ ഇതാണ് അതിന്റെ ഒരു ഇത്രയേ ഉള്ളൂ അതിന് കൊടുക്കാനുള്ള ഒരു മറുപടി. അതിനപ്പുറത്തേക്ക് ഒരു മറുപടി ഇല്ല. പിന്നെ ഇന്ത്യ എന്ന് പറയുന്നത് 140 കോടി ജനമുള്ള ഈ രാജ്യത്ത് 100 കോടിയിലധികം വരുന്നത് ഹൈന്ദവ ജനത തന്നെയാണ്. ഇസ്ലാമിക ജനത കുറവാണ്. അപ്പൊ ഇസ്ലാമിക ജനതയ്ക്ക് കാര്യങ്ങൾ നടപ്പാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഇങ്ങനെ ആർത്തി പിടിച്ച് നടക്കുന്നില്ല, പണത്തോട് ആർത്തിയുള്ള, ഇല്ലെങ്കിൽ ഹണി ട്രാപ്പ്, പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ഹണി ട്രാപ്പിൽ എത്രയോ ഉദ്യോഗസ്ഥന്മാരാണ് കുടുങ്ങുന്നത്. അതായത് പെണ്ണ് തുണിയുരിഞ്ഞ് കാണിക്കുമ്പോൾ തന്റെ രാജ്യത്തെ തന്നെ ഒറ്റുകൊടുക്കാൻ തയ്യാറായവനെ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ അല്ല വിളിക്കേണ്ടി, ഒരു രാജ്യസ്നേഹിയെങ്കിലും ആയിരുന്നെങ്കിൽ അവനത് ചെയ്യില്ലായിരുന്നു, അല്ലേ? അപ്പൊ അവനൊക്കെ ആ സമയം സെക്കൻഡിൽ വെടിവെച്ച് കൊല്ലേണ്ടവരാണ് അതൊക്കെ. അപ്പം ഇങ്ങനെയാണ് ഈ സാധനം. അല്ലാതെ അതിനകത്ത് ഇപ്പൊ 2 ഹിന്ദു പേര് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സുഡാപ്പികൾ ചെയ്യുന്നതൊക്കെ അവരെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് വന്നിട്ട് അടുപ്പ് കൂട്ടി ചർച്ച ചെയ്യാനൊന്നും നമ്മൾക്ക് തയ്യാറല്ലത്. കാരണം അതിന്റെ ആവശ്യം നമുക്കില്ല.
അതൊരു വലിയ പോയിന്റ് ആണ്. കാരണം ഒരാള് പോലും അവരെ ന്യായീകരിച്ച് രംഗത്ത് വരുന്ന കണ്ടിട്ടില്ല. പക്ഷെ ഇത് വേറെ രണ്ട് മതസ്ഥരായിരുന്നെങ്കിൽ അവരെ ന്യായീകരിച്ചുകൊണ്ട് ഇപ്പൊ എന്തോരം പോസ്റ്റുകൾ കാണാൻ പറ്റിയത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഇതിപ്പോ വേറെ ഒരു മതസ്ഥ എന്തിന് ഈ ഡോക്ടർമാരെ അറസ്റ്റ് ചെയ്തപ്പോൾ ഇന്നലെ ജാമിയ സർവകലാശാലയിലെ ഒരു അധ്യാപകൻ പറഞ്ഞത് എന്താണ്, മുസ്ലിങ്ങളെ മുഴുവൻ താറടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ശ്രമം നടക്കുന്നതെന്ന്. അതായത് അദ്ദേഹം ആ ആംഗിളിലേക്കാണ് ഇതിനെ കാണിക്കുന്നത്. അതായത് ഈ പിന്നെ കഴിഞ്ഞ ദിവസം കേരളത്തിലുള്ള ഒരു ഉസ്താദ്, അദ്ദേഹം വീഡിയോകളൊക്കെ ഇറക്കാറുള്ള അദ്ദേഹം പറയുന്നു ഇത് വേദനയിൽ നിന്നുണ്ടായതാണ് ഇങ്ങനെയുള്ള സ്ഫോടനങ്ങൾ. കാരണം എന്താണ്, ബീഫിന്റെ പേര് തല്ലിക്കൊന്നില്ല, അപ്പൊ അതുകൊണ്ട് ഡോക്ടർമാര് ഇങ്ങനെ വന്നു. അത് പുള്ളി ന്യായീകരിക്കുകയാണ്. ഈ ഹിന്ദുവിനെ അറസ്റ്റ് ചെയ്താലേ ഹിന്ദുവിനെ പിടിച്ചാൽ അവരെ ന്യായീകരിച്ച് മെഴുകാൻ ഒരു ഹിന്ദു ഈ രാജ്യത്ത് ഒരിക്കലും ഉണ്ടായിട്ടില്ല, ഇപ്പോഴുമില്ല. ബ്രിട്ടീഷുകാരുടെ കാലത്തും ഈ കൂടെ നിന്ന് ഹിന്ദുക്കളെ ഒറ്റിയിട്ടുള്ള ഹിന്ദു രാജാക്കന്മാരുണ്ടായിരുന്നു, സൈനിക. അപ്പം ഒരു പ്രോസസ്സിംഗ് ആണത്. നമ്മുടെ ലോകത്തെമ്പാടും നടക്കുന്ന ഒരു പ്രോസസ്സിംഗ് ആണ്. അതിനകത്ത് അത്ഭുതങ്ങളില്ല. അവൻ തെറ്റുകാരനാണെങ്കിൽ അവന് ഏറ്റവും കൂടുതൽ ശിക്ഷ അവന് കൊടുക്കണമേ എന്ന് പറയുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങളുള്ള ഈ രാജ്യമാണ്. അത് ഹിന്ദു ആയാലും ക്രിസ്ത്യൻ ആയാലും ഇനി ഏത് വിഭാഗമായാലും അതിലൊന്നും ഒരു കഥയില്ല. അല്ലാതെ ഇത് ഹിന്ദു ആണെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഏതെങ്കിലും ഹിന്ദു നെഞ്ചത്തടിച്ച് നിലവിളിച്ചോ, ഇല്ല ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിക്കുന്ന കേരളത്തിലുള്ള എത്രയോ നേതാക്കളുണ്ട്, അവരാരെങ്കിലും പറഞ്ഞു അയ്യോ അങ്ങനൊന്നും പറയരുതേ എന്ന്? നിങ്ങളല്ലേ പറയുന്നത് ഏതെങ്കിലും ഒരു പ്രതിയെ പിടിച്ചു കഴിയുമ്പോൾ അയ്യോ അങ്ങനൊന്നും പറയരുതേ എന്ന് പറയുന്നത്, ഞങ്ങൾ അങ്ങനൊന്നും ഇല്ല എന്ന് പറയുന്നത് നമ്മൾ ആരും പറയാറില്ലെന്ന് മാത്രമല്ല അവർക്ക് ഏറ്റവും വലിയ ശിക്ഷ കൊടുക്കണമെന്ന് തന്നെ പറയുന്നവരെ. ഇല്ലെങ്കിൽ നമ്മൾ ഈ വാസു അകത്ത് പോയപ്പോഴും പത്മകുമാർ അകത്ത് പോയപ്പോഴൊക്കെ റോഡ് തടയുകയും തീവണ്ടിക്ക് തലവെക്കുകയൊക്കെ ചെയ്യുമായിരുന്നല്ലോ. അയ്യോ കൊണ്ടുപോകല്ലേ എന്ന് പറഞ്ഞിട്ട്. നമ്മളിപ്പോ അതല്ലല്ലോ പറയുന്നത്. നമ്മൾ പറയുന്നത് ഇതിന്റെ തലപ്പത്ത് ഒരു ഹിന്ദു ഉണ്ടെങ്കിൽ, ഏറ്റവും തലപ്പത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ഹിന്ദു ഉണ്ട്, അവനെ പൊക്കെ അകത്തിടണം എന്നല്ലേ നമ്മൾ പറയുന്നത്. ഇതാണ് അതിനുള്ള മറുപടി. അതൊന്നൊരു ലോജിക്ക് ഇല്ലാത്ത, മറുപടി അർഹിക്കാത്തൊരു ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഇത് കൂടാതെ തന്നെ ഒരു വലിയ മീറ്റിംഗ് ഇന്ന് രാവിലെ ജമ്മു കാശ്മീരിൽ നടക്കുന്നുണ്ട്. അവിടുത്തെ ലഫ്റ്റനന്റ് ഗവർണർ ഒരു അടിയന്തര മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. അവിടുത്തെ ഇതുവരെ നടന്ന സിറ്റുവേഷൻസ് വിശദീകരിക്കാനാണ്, അതിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാനാണ് ഈ മീറ്റിംഗ് എന്നാണ് പറയുന്നത്. പക്ഷെ ഇതേപോലെ ഒരു മീറ്റിംഗ് നമ്മൾ പലപ്പോഴും ജമ്മു കാശ്മീരിൽ കണ്ടിട്ടുണ്ട്. ഒന്ന്, ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ഇതുപോലെയുള്ള 4ഓളം മീറ്റിംഗ് ജമ്മു കാശ്മീരിൽ നടന്നിരുന്നു. അതിനു മുൻപ് ഇന്ത്യ ഒരു വലിയ മൂവ്മെന്റിന് പോകുമ്പോൾ, അല്ലെങ്കിൽ അതിർത്തിയിൽ ടെൻഷൻ കൂടുമ്പോഴാണ് ഇത്തരത്തിലൊരു മീറ്റിംഗ് അടിയന്തരമായി വിളിച്ച് കൂട്ടുന്നത്. അതായത് ഈ ഉദ്യോഗസ്ഥന്മാരുടെയും വിവിധ ഏജൻസികളുടെയും ഒക്കെ വിളിച്ചു കൂട്ടുന്നത്. അപ്പൊ അങ്ങനൊരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ സൈനിക മേധാവി പറഞ്ഞിട്ടുണ്ട് തിരിച്ചടി ശക്തമായിട്ട് തന്നെ തരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസമാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഇന്ത്യയുടെ ഒരു ശക്തമായ മുന്നറിയിപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഒരു പടി കൂടി കടന്നിട്ടാണ് നമ്മുടെ മറ്റൊരു സൈനിക മേധാവി പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ എല്ലാ തരത്തിലുള്ള വെപ്പൺസും ഞങ്ങൾ യൂസ് ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം അത് പറയാനുള്ളൊരു കാരണമുണ്ട് ധനുഷ് അതിനകത്ത്. കാരണം ഈ അമേരിക്കയുടെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അവരുടെ ഒരു US ചൈന എക്കണോമിക് ഫോറത്തിന്റെ ഒരു റിപ്പോർട്ട്. ആ റിപ്പോർട്ടിൽ അവർ പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അവർ ആ റിപ്പോർട്ടിൽ പറയുന്നത്, റിപ്പോർട്ടിൽ പറയുന്നത് ഈ ചൈന ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ചൈനയുടെ ആയുധങ്ങളുടെ പരസ്യത്തിന് വേണ്ടിയിട്ട് പാകിസ്ഥാനെ ഉപയോഗിച്ചു എന്നാണ്. അതിൽ അവർ പറയുന്ന കാര്യം HQ-9 എയർ ഡിഫൻസ് സിസ്റ്റം, ഒപ്പം തന്നെ PL-15 മിസൈൽസ്, J-10 യുദ്ധവിമാനങ്ങൾ, ഇതെല്ലാം തന്നെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ഉപയോഗിച്ചിരുന്നു. ഇത് ഉപയോഗിച്ചതിന് ശേഷം വ്യാപകമായി തന്നെ ചൈനീസ് എംബസികൾ, വിവിധ രാജ്യങ്ങളിലുള്ള ചൈനീസ് എംബസികൾ വഴി വലിയ പ്രചരണം നൽകപ്പെട്ടിരുന്നു. ഇവിടെയും നമ്മളത് കണ്ടതാണ്. ഓപ്പറേഷൻ സിന്ദൂർ പുലർച്ചെ 2:05 അതിനുശേഷം ഏതാണ്ട് 3 മണിക്കൂർ തികയുന്നതിന് മുമ്പ് കേരളത്തിലെ ഒരു യൂട്യൂബ് ചാനലിൽ വന്ന വാർത്ത എന്താണ്, ഇന്ത്യയുടെ റഫാൽ അടക്കം 9 യുദ്ധവിമാനം തകർന്നു എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഒരു മാനിപ്പുലേറ്റഡ് ചെയ്ത വാർത്ത, ഒരു ഫാബ്രിക്കേറ്റഡ് ന്യൂസ് ഈ ലോകം മുഴുവൻ വ്യാപിപ്പിച്ചു. അതായത് AI തന്നെ ക്രിയേറ്റ് ചെയ്ത വീഡിയോ വെച്ചിട്ടാണ്. പാകിസ്ഥാന്റെ മന്ത്രി പാകിസ്ഥാനൊക്കെ പ്രതി വിമാനം എവിടെ അവസാനം ഇതിന് തെളിവൊന്നും ഇല്ലാതെ വന്നപ്പോഴാണ് പറഞ്ഞത് സോഷ്യൽ മീഡിയ കിടപ്പുണ്ടെന്ന് പറഞ്ഞത്. അപ്പം ഉടൻ തന്നെ ഈ അപകടം ഇന്ത്യ മനസ്സിലാക്കുകയും അപ്പോൾ തന്നെ ആ ചാനലടക്കം ബാൻ ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കേരളത്തിലടക്കം കണ്ടതാണ്. ഇപ്പോൾ പുറത്തു വരുന്ന വിവരം എന്ന് പറഞ്ഞാൽ ഇതിന്റെ പിന്നിൽ ചൈനയാണ് എന്നുള്ളതാണ്. ചൈനയ്ക്ക് 2 ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. കാരണം ഇന്ത്യയിലേക്ക് വന്ന റഫേലായിരുന്നു ഈ ഓപ്പറേഷൻ സിന്ദൂറിലെ താരം. അപ്പൊ ആ റഫേലിന്റെ മാർക്കറ്റ് ഇടിക്കുക, അതായിരുന്നു ഒരു ലക്ഷ്യം. എന്നിട്ട് അവരുടെ ഈ J-10 പോലെയുള്ള വിമാനങ്ങൾ ഹൈലൈറ്റ് ചെയ്യുക. പക്ഷെ അവർക്ക് ഒരു ചെറിയ പണി പാളിപ്പോയി. കാരണം ആ സമയത്തിന് അവർക്ക് നന്നായി മനസ്സിലായി. കാരണം ഇത് 2-3 ദിവസം കഴിഞ്ഞ് ഇന്ത്യ ഇത് റിവീൽ ചെയ്യും, ഇതിന്റെ ഡീറ്റെയിൽസുകൾ ജനത്തിനോട് പറയും, ഇല്ല ലോകത്തോട് പറയും, കാണിച്ചു കൊടുക്കും. അതിനു മുമ്പ് മാക്സിമം പരസ്യം ഉണ്ടാക്കുക. അതുകൊണ്ട് തന്നെയാണ് അവർ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പോൾ തന്നെ അവരുടെ ചൈനീസിന്റെ നെറ്റ്വർക്ക്, അവരുടെ പണം വാങ്ങുന്ന അനവധി മാധ്യമങ്ങൾ ഇന്ത്യയിലുണ്ട്. നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഒരു പ്രമുഖ മാധ്യമം ഈ അടുത്ത കാലത്ത്, കുറച്ച് മോദി കയറിയിട്ട് 1ാം മോദി സർക്കാരിന്റെ കാലത്തും ഉണ്ടായിരുന്നു,
ചൈനയുടെ പിന്നെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 100ാം വാർഷികം ആഘോഷിച്ചപ്പോൾ ആ പത്രത്തിന്റെ ഫുൾ പേജ് അതിനുവേണ്ടി തന്നെ മാറ്റിവെക്കുകയായിരുന്നു. എന്തിനാ ആ പത്രത്തിന്റെ ചീഫ് എഡിറ്ററുടെയും മറ്റുമൊക്കെ ബർത്ത്ഡേക്കും മറ്റുമൊക്കെ ചൈനീസ് എംബസി എന്നൊക്കെയാണ് ഉദ്യോഗസ്ഥന്മാർ അന്ന് കേക്ക് മുറിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ പണിയില്ല, ഇപ്പൊ നടക്കുന്നില്ല. അത് ഒരു പ്രമുഖ പത്രമാണ്, നമ്മൾ പേര് പറയുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആ ചൈനീസ് ബന്ധം. അപ്പം ആ പത്രത്തിന് മാത്രമല്ല അനവധി ഇതുപോലെയുള്ള ഓൺലൈൻ മീഡിയയ്ക്ക് അടക്കം ഇത്തരം ഫണ്ട് എത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന്, അതായത് ഈ നമ്മുടെ രാജ്യത്തെ ജനം ബഹുഭൂരിപക്ഷം പേരും കണ്ണ് ചിമ്മി അല്ലെങ്കിൽ കണ്ണു തുറന്ന് ഉറക്കത്തിൽ നിന്ന് വരുന്നതേ ഉള്ളൂ. അവരൊക്കെ അപ്പോഴാണ് ഇത് അറിഞ്ഞു തുടങ്ങുന്ന സമയത്ത് ഇതിന് ഈ വാർത്ത സ്പ്രെഡ് ചെയ്യുകയാണ് എല്ലായിടത്തും. യുദ്ധവിമാനങ്ങൾ തകർന്നു. ഇതാ ഇപ്പോൾ അമേരിക്ക തന്നെ പറഞ്ഞിരിക്കുന്നു അത് ചൈന നടത്തിയ ഒരു പരീക്ഷണ ആയിരുന്നു എന്നുള്ളത്. നമ്മുടെ സേനാ മേധാവി ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് തന്നെ പ്രസ് മീറ്റിൽ പറഞ്ഞ കാര്യം ചൈനീസ് വെപ്പൺസ് ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ PL-15 മിസൈലുകളെല്ലാം തകർന്നടിഞ്ഞു പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഒപ്പം തന്നെ എന്ന് പറഞ്ഞ പാകിസ്ഥാന്റെ കയ്യിൽ ചൈന കൊടുത്തിട്ടുള്ള എയർ ഡിഫൻസ് സിസ്റ്റത്തെയാണ്, അതിനെ തകർത്തുകൊണ്ടാണ് നമ്മൾ മുൻപോട്ട് പോയത്. അവരുടെ ഒരു വിമാനം നമ്മൾ തകർത്തിട്ടുണ്ട്. ആ വിമാനമാണ് J-10. അങ്ങനെ അവര് പരീക്ഷണത്തിനായി കൊടുത്ത കളിപ്പാട്ടങ്ങളെല്ലാം നമ്മൾ തകർത്ത് ദൂരെ കളഞ്ഞു. പക്ഷെ ചൈന ഇവിടെ ഒതുങ്ങില്ല. ഒരുപക്ഷെ അവർ ബയോ വെപ്പൺസിലേക്ക് നീങ്ങിയേക്കാം. കാരണം ചൈനയുടെ ബയോ വെപ്പൺസ് ഉണ്ടെന്നുള്ള കാര്യം ലോകത്തിന് മുഴുവൻ അറിയാവുന്നതാണ്. നമ്മൾ കണ്ടതാണ് അവരുടെ ഒരു ബയോ വെപ്പൺസിന്റെ ഒരു ചെറിയ ഭാഗം പുറത്തു വന്നപ്പോൾ എന്താ സംഭവിച്ചതെന്ന്. നമ്മളെല്ലാവരും 3 വർഷം വീട്ടിലിരുന്നു. കോവിഡും കൊറോണ എന്നൊക്കെ പേരിൽ നമ്മളെ വട്ടം ചുറ്റിച്ചൊരു സാധനമാണ്. അപ്പോൾ അത് ഒരു പക്ഷെ പാകിസ്ഥാനിന്റെ പക്കൽ ഉണ്ടാകാം, ഇല്ലെങ്കിൽ അത്തരത്തിലൊരു നീക്കം വരാം. അതുകൊണ്ടാണ് ഇന്ത്യ പറഞ്ഞത് ഞങ്ങൾ സർവ്വസജ്ജമാണ്, ഏത് തരത്തിലാണ് നിങ്ങൾ അടിക്കാൻ വരുന്നത് അതിനെല്ലാം ഞങ്ങൾ സർവ്വസജ്ജമാണ് എന്ന് പറയുന്നു. ഏതായാലും നമ്മൾ ഇന്നലെ ഒരു വാർത്ത നമ്മൾ നൽകിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജോഹന്നാസ്ബർഗിൽ പോയിട്ട് അവിടുത്തെ ചില രാഷ്ട്രത്തലവന്മാരുമായി നടത്തിയ ചർച്ച. ആ ചർച്ചയുടെ ഭാഗമായിട്ട് നമ്മൾ പറഞ്ഞത് നയതന്ത്ര തലത്തിൽ അവിടെ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം പ്രസംഗത്തിലും ഒപ്പം തന്നെ ഈ രാഷ്ട്രത്തലവന്മാരെ കണ്ടപ്പോഴൊക്കെ അദ്ദേഹം ഈ ഡൽഹി സ്ഫോടനം, ചെങ്കോട്ട സ്ഫോടനത്തെ കുറിച്ചാണ് അദ്ദേഹം വിശദമായി തന്നെ സംസാരിച്ചത്. അതായത് നമ്മൾ എല്ലാ തരത്തിലും നയതന്ത്രപരമായ ഒരു നീക്കം, സാധാരണ നമ്മളുടെ ഒരു രാജ്യത്തിന് ഒരു വലിയ പ്രത്യേകത ഞാൻ കണ്ടിരിക്കുന്നത്, നമ്മൾ സാധാരണ കല്യാണമൊക്കെ വിളിക്കുമ്പോഴാണല്ലോ കാർഡ് അടിച്ച് എല്ലായിടത്തും പോയി വിളിച്ച് കല്യാണം നടത്തുന്നത്. എന്ന് വന്നേക്കാണ് നമ്മൾ പാകിസ്ഥാനെ അടിക്കാൻ പോകുന്നതിന് മുമ്പ് എല്ലാവരെയും അറിയിക്കുന്നത് ഇതൊക്കെയാണ് പ്രശ്നം, ഞങ്ങൾ അവനെ അടിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് എല്ലാവരെയും അറിയിച്ച് ബോധ്യപ്പെടുത്തിയതിന് ശേഷം കൃത്യമായ നാളും തീയതിയും കുറിച്ചു വെച്ച് അടിക്കുന്ന ഒരു രാജ്യം ലോകത്ത് വേറെ ഉണ്ടോ എന്ന് എനിക്ക് ഇതുവരെ അറിയില്ല. കാരണം ഇസ്രായേലൊക്കെ അടിക്കും, അവരെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ അപ്പുറം കയറി അടിക്കുകയാണ് ചെയ്യുന്നത്. ഇത് പക്ഷെ അങ്ങനെയല്ല. വളരെ നാളത്തെ വലിയ പരസ്യങ്ങളും മാധ്യമങ്ങളിൽ ഇങ്ങനെ ചർച്ച ചെയ്ത് പിന്നെ എല്ലാ രാജ്യങ്ങളെയും അറിയിച്ച്, അതായത് നമ്മൾ അടിക്കാൻ പോവുകയാണ് എന്നെല്ലാവരെയും അറിയിച്ചുകൊണ്ട് കൊടുക്കുന്ന അടിയാണ് നമ്മൾ എല്ലാ പ്രാവശ്യവും. ഇപ്പൊ നമ്മൾ അതാണ് ഇതുവരെ കണ്ടുവന്നിരിക്കുന്ന സാധനം. ഇപ്പോഴും അതിന് സമാനമായി നിൽക്കും. നമ്മളിപ്പോ ഇതെന്താ എടുത്തെടുത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ സമാനമായ രംഗം നമ്മൾ കണ്ടതാണ് ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത്. പഹൽഗാമിൽ അറ്റാക്കിന് ശേഷം നടന്ന അതേ സീനുകളാണ് ഒന്നിടവിടാതെ തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ജമ്മു കാശ്മീരിലെ ഈ പറയുന്ന ലഫ്റ്റനന്റ് ഗവർണർ ഇപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന മീറ്റിംഗ് ആയാലും, നമ്മുടെ കരസേനാ മേധാവി പറയുന്നതായാലും, രാജ്നാഥ് സിംഗ് പറയുന്നതായാലും, ഇപ്പോൾ ശ്രീമാൻ നരേന്ദ്രമോദി ലോക നേതാക്കളുമായി നടത്തുന്ന ചർച്ചകളായാലും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് സമാനമായ നീക്കം. ആ സമാനമായ നീക്കം, പക്ഷെ ഇതിന്റെ റിസൾട്ട് സമാനമായിരിക്കില്ല എന്ന് തന്നെയാണ് പുറത്തു വരുന്നത്. കാരണം അന്ന് നമ്മൾ കൊടുത്തത് ഒരു ട്രെയിലർ മാത്രമായിരുന്നു. അന്ന് നമ്മുടെ സൈനിക മേധാവികൾ പറഞ്ഞിരുന്നു സിനിമ ഇനിയും ബാക്കിയുണ്ട്, ഇപ്പൊ നിങ്ങൾ കണ്ടത് ഒരു ട്രെയിലർ മാത്രമാണ് എന്ന് പറഞ്ഞിരുന്നു. ഇനി വരാൻ പോകുന്ന ഒരു ഫുൾ മൂവി ആയിരിക്കും. അത് ഒരുപക്ഷെ നീണ്ടു നിൽക്കാനും സാധ്യതയുണ്ട്.